ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോ ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ കാണുകയും നല്ല നല്ല ഒപ്പീനിയൻസ് തരികയും ചെയ്തു. അപ്പോൾ അത് കണ്ട എല്ലാ വ്യൂവേഴ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ ആ വീഡിയോയിൽ വന്ന് ആ ഒരു സ്റ്റുഡൻസിൻ്റെ ലൈഫ് ഒരു റിയൽ ലൈഫ് പോലെ നമുക്ക് ഷെയർ ചെയ്തെന്ന് ബ്ലെസ്സിങ്ങും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് പറയുകയില്ല, അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻ്റ് ഉള്ളൊരു വീഡിയോ ആണ്. അതായത് കാനഡയിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ ആ ഒരു വീഡിയോയിലൂടെ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇമിഗ്രൻസിനെ പറ്റിയിട്ടാണ്. അതായത് നാട്ടിൽ നിന്ന് പെർമനൻറ്റ് റെസിഡൻസ് എടുത്ത് കാനഡയിൽ വരുന്നവരുടെ ഒരു ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൂ ഈസ് വിത്ത് മീ ടുഡേ. ഒന്നിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ നൗ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ്. അപ്പം ഇത് ദിവ്യയാണ്. ദിവ്യ ഒരു യൂട്യൂബറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ദിവ്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമസ്ഥയാണ്. അതോടൊപ്പം ഒരു ഡാൻസറാണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ രാജാണിത്. അപ്പോൾ അറിയാമല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇമിഗ്രൻസിൻ്റെ ഒരു ലൈഫാണ്, റൈറ്റ്? അപ്പം നമ്മളൊരു ഇമിഗ്രൻസിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 months അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ മാക്സിമം ഓഫ് 2 years ഒരു സ്ട്രഗിളാണ് അവർക്ക്. കാരണം നമ്മളൊരു ജോബ് ഓഫർ ഇല്ലാണ്ടാണ് വരുന്നത്. ഓക്കെ, ഒരു 5% മാത്രമേ ഉള്ളൂ ഒരു ജോബ് ഓഫറുമായിട്ട് കാനഡയിൽ ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 95% പീപ്പിളിനും കുറേ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താ തോന്നാറുള്ളത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫീൽഡ് വെച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ 95% ആൾക്കാർക്ക് ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ട്. ചില സമയം ലക്കൊക്കെ ഉള്ളവർ ചിലപ്പോൾ അർലി ബ്രേക്ക് കിട്ടും, ചിലവർക്ക് കുറച്ച് നേരം എടുക്കുന്നുള്ളൂ. വൺ ഓഫ് ദ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ കനേഡിയൻ എക്സ്പീരിയൻസ് വേണം എല്ലാ ജോബിനും വേണ്ടി. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ നമുക്ക് ആ ഫീൽഡിൽ കുറച്ച് ലേബർ സ്കാർസിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് കുറച്ച് ലീവേ ചെയ്യും. പക്ഷെ മിക്കവാറും ഫീൽഡ് മാൻഡേറ്റഡ് അവർ കനേഡിയൻ എക്സ്പീരിയൻസ്. അപ്പോൾ ആ നിങ്ങളുടെ ഫീൽഡിലാവണമെന്നില്ല, Canadian experience വേണം. I think basically they want to see how you gel well with the team, the culture of the organization. അങ്ങനെയൊക്കെ നോക്കിയിട്ടാ ഒരു ജോബ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അത് സെയിം ഇയർ. അതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 1 year ഐ വുഡ് സേ എല്ലാവരും ആരെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് ജോലിയൊക്കെ കിട്ടുമോ? ഞാൻ പറഞ്ഞ ഏത് ഫീൽഡിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ ആ 1 year നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വരണം. ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു സ്ട്രഗിളിന് വേണ്ടി, എസ്പെഷ്യലി കുട്ടികളെ കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരിൽ അപ്പൊ നമുക്ക് ഡേ കെയറിനും എല്ലാത്തിനും എക്സ്പെൻസ് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഞാൻ അവരുടെ ആദ്യം പറയണത് വന്നിട്ട് ഡിസപ്പോയിന്റഡ് ആവരുത്. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ അറ്റ്ലീസ്റ്റ് 1 year ഓഫ് സ്ട്രഗിൾ. പക്ഷെ ചിലപ്പോൾ ഭയങ്കര ലക്കി ആവാം, വന്നിട്ട് കിട്ടിയിട്ട് പോകൂല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ വേഴ്സ്റ്റ് കേസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരാൻ വേണ്ടിട്ട് പറയാറുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് പറയാൻ പറ്റും? അപ്പൊ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വരികയാണ് നാട്ടിൽ നിന്ന്, ജോലി കിട്ടാനായിട്ട് ദ ബെസ്റ്റ് വേ ഇസ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഉണ്ട്. റൈറ്റ് ഫ്രം ട്രക്കിംഗ് ബിസിനസ് തൊട്ട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, എല്ലാ ഫീൽഡിലും ഉണ്ട് മലയാളീസ് ഒക്കെ. നെറ്റ്വർക്കിംഗ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ നോ ദ റിയൽ പിക്ചർ ഓഫ് ദ ഫീൽഡ് ഇൻ വിച്ച് യു വർക്ക്. അപ്പോൾ നമ്മൾ അതൊന്ന് ഇവിടെ മിക്കവാറും ജോബ്സ് കിട്ടുന്ന റെഫറൻസ് വരിക, ഫസ്റ്റ് ബ്രേക്ക് കിട്ടണ 90% ആൾക്കാർക്ക് റെഫറൻസ് വരിക, ഫസ്റ്റ് ബ്രേക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യും. അപ്പോൾ ഏത് ഫീൽഡ് ആയാലും അത് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ സർട്ടിഫിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്യാം. പല എക്സാംസ് എല്ലാം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ എക്സാം ഒക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. സോ നെറ്റ്വർക്കിംഗ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. അതാ ഏറ്റവും വലിയ പ്രെപ്പ് വർക്ക് ഞാൻ പറയണം.
പിന്നെ കാനഡയിലെ ഒരു ജോബ് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് മാക്സിമം ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്. ആൾക്കാർക്ക് റീച്ച് ഔട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് തന്നെ. അപ്പൊ നമുക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ റെസ്യൂമെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നോട് ചിലർക്ക് ചോദിക്കാനുള്ള ഒരു ടെംപ്ലേറ്റ് കാണിച്ചു തരാമോ. ഞാനും ഇവിടെ വന്ന് ഗൂഗിൾ ചെയ്തിട്ട് തന്നെയാണ് കണ്ടുപിടിച്ചത്. റൈറ്റ്, ലൈക്ക് നമുക്ക് അറിയില്ല എല്ലാ ഇത് ഞാൻ ഉണ്ടാക്കിയ വേർഷൻ ആണോ കനേഡിയൻ വേർഷൻ പോലും അറിയില്ല. സോ നമ്മൾ ഗൂഗിൾ ചെയ്യും. അപ്പം കാണുന്ന കുറെ റെസ്യൂമെ സാമ്പിൾ നോക്കി നമ്മളൊരു സാധനം തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാലോ. പിന്നെ ലിങ്ക്ഡിൻ, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഞാനൊക്കെ വന്ന സമയത്ത് 2007 ഒന്നും ആലോചിച്ചിട്ടില്ല. കാനഡയെ പറ്റി ഒരു ബോധം ഇല്ലാണ്ടാണ് വന്നത്. ദിവ്യയുടെ മാത്രം ഒരു കാര്യമല്ല, ഒരു കുറെ ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയല്ല, കുട്ടികള് ശരിക്ക് അറിഞ്ഞ് പഠിച്ച് എനിക്ക് തന്നെ അറിയാം. യൂട്യൂബിലൂടെ ഒക്കെ റീച്ച് ഔട്ട് ചെയ്യുന്ന ചില കുട്ടികളെ, അവരൊക്കെ ചേച്ചി ഞങ്ങൾ വരാൻ പോവാണ്, അടുത്ത മാസം വരാൻ പോവാണ്. അവരൊക്കെ ഒരു 2 വർഷമായിട്ട് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പല മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ റീച്ച് ഔട്ട് ചെയ്തിട്ടാണെങ്കിലും അവരൊരു നെറ്റ്വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവര് പ്ലാൻ ചെയ്തിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഇവര് പറഞ്ഞ പോലെ തന്നെ ഡു യുവർ പ്രിപ്പറേഷൻ ബിഫോർ യുവർ ഫ്ലൈറ്റ്. സോ വേറൊരു കാര്യം, അതായത് ഈ ഒരു പീരീഡിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ജോബ് സെർച്ച് എന്ന് പറയുന്നത്. റൈറ്റ്, നമുക്കതൊരു കറക്റ്റായിട്ട് അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? റെസ്യൂമെ ഈസ് വൺ ഫാക്ടർ. പക്ഷേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് ഈസ് ഫോർ മീ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വാട്ട് ഓൾ യു ക്യാൻ ഡു ബിഫോർ ഹാൻഡ്, വാട്ട് ഓൾ യു ക്യാൻ ഡു ആഫ്റ്റർ. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂസ് നടക്കണം നിങ്ങൾക്ക് ഇൻ പേഴ്സണേ ചെയ്യുള്ളൂ. ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഇവൻ ഗോയിങ് ടു എന്റർടൈൻ യു ഇഫ് യു ആർ നോട്ട് പ്രസന്റ് ഇൻ ദ കൺട്രി. ബിക്കോസ് യുവർ സ്റ്റാറ്റസ് ഇസ് നോട്ട് യെറ്റ് permanent resident. You don't have any work status. അപ്പോൾ ആരും എസ്പെഷ്യലി ബിഗ് കോർപ്പറേഷൻസ് ഒട്ടും എന്റർടൈൻ ചെയ്യില്ല നിങ്ങളെ. ചെറിയ ഷോപ്സിലെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കാം. എസ്പെഷ്യലി റെയർ സ്കിൽ ആണെങ്കിൽ, റെയർ സ്കിൽ എന്ന് പറഞ്ഞാൽ പീപ്പിൾ യു ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഓവർ ഹിയർ. അങ്ങനെയാണെങ്കിൽ യെസ് ദേ മേ എന്റർടൈൻ, ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ദേ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പേഴ്സൺ ഈസ് ഓൾറെഡി ഹാസ് സം വർക്ക് സ്റ്റാറ്റസ്. അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻസോ അവർക്ക് ആവശ്യമാണ്. നമുക്ക് പിന്നെ കുറെ ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യുന്ന വെൽക്കം സെന്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യത്തില്ല, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അവരെ. ബിക്കോസ് their job is to make sure that most of the people get employed. Okay. It's something that we tell everybody, like ആരെങ്കിലും വരുമ്പോഴേ നമുക്ക് ഈ ഫീൽഡിലുള്ള ജോബ് കിട്ടിയാലേ ഞാൻ ഇവിടെ തൊടുക്കുള്ളൂ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. കുറച്ച് നമുക്ക് കിട്ടുന്നത് എടുക്കുക, എന്നിട്ട് മറ്റേ നമുക്ക് പാരലലി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അതാവുമ്പോൾ നമുക്ക് സർവൈവൽ ഡേ ടു ഡേ കാര്യങ്ങളും എക്സ്പെൻസും അതെ തന്നെ. നമുക്ക് വീടും റെന്റിനാണെങ്കിലോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ആ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഇവിടെ ലിവിംഗ് കോസ്റ്റ് അതൊന്ന് തട്ടിമുട്ടി എന്താ പറയാ, ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും നഷ്ടമാവാണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കയ്യിലാണ്. അപ്പൊ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന കുട്ടികളൊന്നും അല്ലെങ്കിൽ കുട്ടികളോ ഇമിഗ്രൻസോ ആരും വിഷമിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. സക്സസ്ഫുൾ അത് ആദ്യത്തെ ഒരു 1 year കഴിഞ്ഞിട്ട് പിന്നെ ആരും സ്ട്രഗിൾ ചെയ്യുന്നത് പോലും നമ്മൾ കാണാറില്ലല്ലോ. പക്ഷെ ഫസ്റ്റ് 1 year എന്ന് പറഞ്ഞാൽ ചിലർ ഭയങ്കരമായിട്ട് നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ട്. തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ, ഞാൻ അങ്ങനത്തെ കേസസ് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ഐ മീൻസ് പോയിട്ടുണ്ട്, ലൈക്ക് ഇവിടുന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ട്. അതെ, ശരിക്കും നാട്ടില് നല്ല ജോലി ഉണ്ടായിരുന്നവര് ഇവിടെ വന്നിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോലി കിട്ടാതെ വന്നവരാണ് തിരിച്ചു പോയിട്ടുണ്ട്. ശരി. പക്ഷെ എന്റെ ഒരു അറിവിൽ ഇപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്ത ആൾക്കാരിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 year കഴിയുമ്പോഴേക്ക് അവര് നമ്മൾ കൂടുതൽ IT ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സർക്കിളും കൂടുതൽ IT ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു IT ജോബ് ബേസിലുള്ള കാര്യമായിരിക്കും. അതന്നെ. അതുകൊണ്ട് നമുക്ക് എല്ലാ ഫീൽഡിലും എന്താണ് അവസ്ഥ എന്ന് അത്ര പറയാൻ പറ്റില്ല. നമ്മളൊരു IT ജോബ് എന്ന് പറയുമ്പോൾ ആദ്യത്തത് കിട്ടാൻ ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മള് see, expectations is very important, right? So if you're already, like even if you are in generic field in India and you are doing very well in India, then there's what are you coming here for? Exactly, that's the expectation should be very clear, right? അതുപോലത്തെ ആൾക്കാരെ ഒത്തിരി ഡിസപ്പോയിന്റ് ആയിട്ട് നാട്ടിൽ പോകണം. But there are a lot of people who said, I know I want to survive over here, I want to live in this country. Attitude makes a big difference, and that's why people sometimes even they start from very low level. But they know this is not my means, this is just my survival, and I am going to go from here. ഞാൻ എത്ര പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ഫാക്ടറിയിൽ മിനിമം ലേബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് they are not well qualified ആയിട്ടുള്ള ആൾക്കാരുണ്ട്. Not even well qualified, I am telling you, not even well qualified. It is just a matter of hard work and
എന്താ പറയുക ഡിറ്റർമിനേഷൻ. ഓക്കെ. ലൈക്ക് പീപ്പിൾ ശരിക്കും ഇംഗ്ലീഷ് പോലും അറിയാൻ മേലാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആവണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പല തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബീങ് അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കും അയ്യോ പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല ഫ്രഞ്ചും അറിയില്ല, ഹൗ ഈസ് ഗോയിങ് ടു സർവൈവ് ഇൻ കാനഡ. അത് തോന്നൽ മാത്രമാണ്. But just pure with hard work I have seen they are becoming like extremely successful. Okay. Like again hard work for sure plays a big role in this, and also some part of luck also you can add. But being at the right place at the right time, you're looking for opportunities, then opportunity will come eventually. Okay. ആൻഡ് വേറൊരു കാര്യമാണ്, ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു കൺസേൺ ആണ്, നമ്മളൊരു ന്യൂ കൺട്രിയിലേക്ക് പോവാണ്, ഒരു കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ മാറി വന്ന എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഞാനൊക്കെ വന്ന സമയം 2005 വന്നത്. ഞാൻ 2002 US പോയി. ആ സമയത്തൊക്കെ യു ക്യാൻ സേ there was a cultural ഡിഫറൻസ്. അത് മാത്രമല്ല നമുക്കൊരു പുതിയ ലോകത്ത് വന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്ന പോലെ, ബിക്കോസ് there was not too much exposure to western world. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, യു ഹാവ് എവറി ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഇന്ത്യ. കൂടുതലും മൈഗ്രൻസ് ആണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ഒരു കൺട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് വറീഡ് ആയിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ അറിയാമല്ലോ, ഇപ്പം നമ്മളൊരു LKG ചേർക്കുന്നെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 75,000 1 lakh നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കൺസേൺ ഉണ്ടാവും അവിടെ എങ്ങനെയായിരിക്കും. ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രം ദാറ്റ് ആസ്പെക്ട് ഫ്രീ ഓൾമോസ്റ്റ്. ലൈക്ക് നമ്മൾ താമസിക്കുന്ന റെസിഡൻസ് സ്കൂളിൽ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ആർ വെരി ഗുഡ്, റൈറ്റ്? ലൈക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നമ്മളുടെ ഏരിയയുടെ വാല്യൂ തന്നെ സ്കൂൾ അനുസരിച്ച് ഉള്ളത്. നല്ല സ്കൂൾ റേറ്റിംഗ് ഉള്ള ഏരിയക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ഭയങ്കര വാല്യൂ ഉള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ പക്ഷേ പബ്ലിക് സ്കൂൾസ് ആർ ഫ്രീ over here essentially, and if you are living in that neighborhood, a school ne ningal accept cheyyanam. There is no choice for them not to accept you. പിന്നെ അതുകൊണ്ടാണ് പ്രൈവറ്റ് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടോ സ്കൂൾസിന് എവിടെയാണെങ്കിലും അല്ലേ? അത് പിന്നെ പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട്. But I don't see personally there's too much of a difference between a private school and a public school over here. It's almost along the same lines. ഒരു സ്റ്റാൻഡേർഡ്. അത് മാത്രമല്ല, ഇതുപോലെ ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ട്. പലരും ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു grade 3 grade 5 ഉള്ള സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്ത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനത്തെ ഒക്കെ. പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്നത് അവര് നമ്മളെക്കാൾ പെട്ടെന്ന് ലാംഗ്വേജ് പോലും അവർക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എല്ലാ പാരന്റ്സിനോടും പറയും ആ കാര്യങ്ങളാണ് ലീസ്റ്റ് ആയിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യം. കുട്ടികൾ അത് വെതറും പെട്ടെന്ന് അവർ അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ കിഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് ചൈൽഡ് കെയർ ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ആനുവൽ സാലറി ബേസ് ചെയ്തുകൊണ്ട് മന്ത്ലി നമുക്കൊരു first year you cannot expect it because you have to file your tax return and then benefit starts pouring in, right? So okay. പിന്നെ ഒരു വേറൊരു പ്രോബ്ലം വെച്ചാൽ ഡേ കെയർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഡേ കെയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബേബി സിറ്ററിനെ വീട്ടിൽ വെക്കുക അത് കുറച്ചും കൂടി അടുത്ത ലെവലാണ്. അപ്പം അതെ, ആഫ്റ്റർ സ്കൂൾ മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കുറച്ച് മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വെച്ചാൽ ഇവിടുത്തെ സ്കൂളിന്റെ ടൈമിംഗ് അങ്ങനെ ആയതുകൊണ്ടേ നമുക്ക് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് മിക്കവാറും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് 5 മണി 6 മണി, അല്ലെങ്കിൽ പാരന്റ്സിൽ ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടുപേരിൽ ഒരാൾക്ക് സംഹൗ അഡ്ജസ്റ്റ് ചെയ്യണം ടൈമിംഗ്. പിന്നെ ഒരു ന്യൂ ഇമിഗ്രൻസിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ ഇൻകം ലോ ആയതുകൊണ്ട് ഒരു സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഇപ്പം ന്യൂ ഇമിഗ്രൻസിന് നമ്മളിവിടെ വന്നിട്ട് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? I think so, because നമുക്ക് നാട്ടിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയുള്ള. ഇപ്പം അറിയാലോ, നമ്മുടെ ഒരു ക്രെഡിറ്റ് സ്കോർ, ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്കൊരു ലൈഫ് മുമ്പോട്ട് പോകുള്ളൂ. നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ചിലർക്ക് അറിയില്ല. ക്രെഡിറ്റ് കാർഡ് എല്ലായിടത്തും കിട്ടണം, വാങ്ങി വെക്കുക. ക്രെഡിറ്റ് കാർഡ് വെക്കണതിന് പ്രശ്നമല്ല, പക്ഷേ യു ഹാവ് ടു ബി വെരി കോഷ്യസ് how to use it, right? Because yes, credit ഉള്ളതും നിങ്ങൾ അത് എത്രയാ റെസ്പോൺസിബിളി യൂസ് ചെയ്യണം അതനുസരിച്ചാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടണം. അതും നിങ്ങൾക്ക് ഭാവിയിൽ കാർ വാങ്ങിക്കണോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കണോ, ബിക്കോസ് ആദ്യത്തെ വീട് വാങ്ങിക്കാനായിട്ട് എല്ലാവർക്കും മോർഗേജ് വേണം അറ്റ്ലീസ്റ്റ്, റൈറ്റ്? Most of the people 95%, okay, 99%.
പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഫോർ മോസ്റ്റ് ഓഫ് ദ തിങ്സ് യു നീഡ് എ ക്രെഡിറ്റ് സ്കോർ. അതെ സോ ഇറ്റ് ഓൾ നിങ്ങളിപ്പോൾ ഒരു പേയ്മെന്റ് മിസ് ചെയ്തെന്ന് വിചാരിച്ചു അത് അപ്പോൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അഫക്റ്റ് ചെയ്യും. അതെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ആലോചിക്കില്ല, അതൊക്കെ വീടൊക്കെ ഇനി 10 വർഷം കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട അതെങ്ങനെ ചോദിച്ചു. പക്ഷെ അത് ഒരു പക്ഷേ ക്രെഡിറ്റ് സ്കോർ ഇമ്പാക്ട് ആയി കഴിഞ്ഞാൽ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു റീബിൽഡ് ദാറ്റ് സ്കോർ. നമ്മളൊരു ലെവലിൽ നിന്ന് പൊക്കത്തി പോകാനായിട്ട് ഈസിയാ, പക്ഷെ അത് താന്ന് പോയിട്ട് പിന്നെ കുറച്ചും കൂടി പോയാൽ പാടാം. അപ്പൊ അതൊരു വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. അതും ഒരു റെസ്പോൺസിബിളി യൂസ് ചെയ്യണം. നമ്മൾ വന്നു കഴിയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. കറക്റ്റ് സമയത്ത് നമ്മുടെ പേയ്മെന്റ് ഒക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് വിചാരിച്ച് സ്പെൻഡ് ചെയ്തോ എന്ന് വിചാരിച്ചാൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒത്തിരി പിള്ളേർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതൊരു പ്രശ്നമാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ. പിന്നെ ചില ചെറിയൊരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയർ ചെയ്യുന്ന നിങ്ങൾക്ക് RSP കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ടാവും. നമ്മളുടെ നാട്ടിലെ PF എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ഓൾ സ്മോൾ തിങ്സ് ദാറ്റ് ഹെൽപ്സ് യു പ്രിപ്പയർ ഫോർ യുവർ റിട്ടയർമെന്റ്, റൈറ്റ്? പിന്നെ ചില സ്കീംസ് ഉണ്ട്. ഇപ്പൊ TFSA എന്നൊക്കെ പറഞ്ഞ എല്ലാ വർഷം ഈ വർഷം $6,000 കണ്ട് നിങ്ങൾക്ക് ഇടാം. അതൊക്കെ ഇടുവാണെങ്കിൽ ഇത് ടാക്സ് ഫ്രീ. അത് അതിലിട്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണോ അല്ലെങ്കിൽ ഫിക്സ് ഡിപ്പോസിറ്റ് ചെയ്യുവാണോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇൻകം ഇസ് ടാക്സ് ഫ്രീ. സോ അതൊക്കെ യൂസ് ചെയ്യണം മാക്സിമം. അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളടുത്ത് എല്ലാവരും ചോദിക്കണം കനഡിയൻ സിറ്റിസൺ ആയോ, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കനഡിയൻ സിറ്റിസൺ ആവുന്നത്, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ PR ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 3 വർഷം കഴിഞ്ഞ് 1095 days അത്ര ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ്. അത് എത്ര വർഷത്തിലായാലും അത്രയും ദിവസം നമ്മൾ കാനഡയിൽ ഉണ്ടാവും. 5 years ലാസ്റ്റ് 5 years you should have this many number of days living in Canada with the PR status. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നാണെങ്കിൽ ആ ഒരു ഡേയ്സും കൗണ്ട് ചെയ്യും. അത് എനിക്ക് മാക്സിമം ഓഫ് 1 year കൗണ്ട് ചെയ്യും. ഓക്കെ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാനഡയിൽ ഇമിഗ്രൻസ് ആക്ച്വലി ഹാപ്പിയാണ്. അതായത് നമ്മൾ 2 വശം ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര അറിയില്ല. ആൾക്കാരെപ്പോഴും ഞാനിങ്ങനെ എന്റെ ഒപ്പീനിയൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അറിയില്ല. ഐ ഫീൽ ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഈസ് സംതിങ് ദാറ്റ് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഹിയർ, ലൈക്ക് യുനോ. പക്ഷെ എനിക്കൊന്നും നാട്ടിലും ഇതുപോലത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ആയി തുടങ്ങി, ഇതുപോലൊക്കെ ജീവിച്ചു തുടങ്ങി. പിന്നെ വെള്ളം, വാട്ടർ, ഇതൊക്കെ പറയും. പക്ഷെ എനിക്ക് വിന്റർ ആണ് മെയിൻ പ്രോബ്ലം. എനിക്ക് തണുപ്പും ഈ സ്നോ ഒന്നും എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വിന്റർ ഫൺ എൻജോയ് ചെയ്യുന്ന ആളെ അല്ല, വിന്റർ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാനഡ എന്ന് പറയുന്നത്. ബട്ട് കാനഡ ഹാസ് ഗിവൺ us lot of things. കുറെ മെമ്മറീസ് ഉണ്ട്. സോ ഇറ്റ്സ് our second home. സോ ആ ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇഫ് യു ആസ്ക് മീ ലൈക്ക് നാട്ടിലാണോ ഇഷ്ടം ഇവിടെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും നാടിനെ ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ഐ തിങ്ക് ഈസ് നമ്മുടെ ലൈഫ് സ്റ്റേജിന്റെ അനുസരിച്ചിരിക്കും. Of course, I think Canada has a lot more opportunities. Job opportunities are prime. There's less struggle compared to India. India has a lot more talented people. India has a lot more skilled people. And less job opportunities. Less job opportunities and more skilled people. So you're always fighting. നമ്മൾ സ്കൂളിലാണോ യൂണിവേഴ്സിറ്റിയിലാണോ ജോബിലാണോ you're always competing with a lot of very skilled people. Compared to that, I think Canada is much more easier. Opportunities are bigger. There's always an opportunity somewhere. So from that perspective, Canada is good. Canada is good if you enjoy nature. There are absolutely a lot of very beautiful places in Canada. എവിടെ പോയാലും beautiful places. But again, depends on what you like. ഇപ്പോൾ നിങ്ങൾക്ക് വിന്റർ ഇഷ്ടമല്ലെങ്കിൽ it's a big problem because 6 മാസം എന്ന് പറഞ്ഞാൽ വിന്റർ തന്നെയാണ്. And if you cannot get out, then you're actually in a jail for 6 months. So that's a big drawback, right? Again, definitely. But again, it all depends what you value. പിന്നെ the expectations of your managers in India is a lot different than over here. It's not yet there. It's not yet. Even in IT, his points are very valid. I'm not saying no. പക്ഷേ honestly ചോദിക്കുവാണെങ്കിൽ ഹാപ്പി ആണോ ഇവിടെ നിന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യം what you want in life, and everybody wants different things from life. Right? It's not എല്ലാവരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്. എല്ലാവരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ്, എല്ലാവരുടെ പൊസിഷനും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, for me, yes, I would like to go back to India at this stage in my life
And I no don't have to problem, work. and I don't have to work. അങ്ങനെ. Right? I'm pretty sure I cannot go back and work in India അത് anymore. ചിലപ്പോൾ ശരിയായിരിക്കും. Because ഞാനും അവിടെ വർക്ക് ചെയ്തിട്ടില്ല. He has working experience over there. അപ്പൊ he knows എങ്ങനെയാണ് അവിടെ വർക്ക് ഓക്കെ, ആ രണ്ട് കൾച്ചറും അറിയാം. ഞാൻ അവിടെ മീഡിയയിൽ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഞാൻ എന്റെ പഠിത്തം കഴിഞ്ഞു, സൈഡ് ബൈ സൈഡ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഗ്ലോസി സൈഡ് വർക്കിംഗ് എൻവയോൺമെന്റിലും കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാം, വർക്ക് ചെയ്യാം, തിരിച്ചു വരാം, അതേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ സ്ട്രിക്റ്റ് എന്റെ തലയിൽ നിന്നൊരു ബോസ് ഒന്നും ഇങ്ങനെ അടിച്ചിട്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. It's frustrating. Everybody is frustrated in India. Like it's just because of pressures of life. There's too much pressures. A lot of things ഇവിടെ നമ്മൾ ഈസി ആയിട്ട് എടുക്കണ. I think in India a lot of people take it with pressure. I'm not saying that everybody does it. Majority of the people, right? So for me, അതൊരു സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ് ആക്ച്വലി. systemic problem. And I think people have changed, like things are changing. Things are improving a lot, but there's miles to go. Miles to go in the sense. I think India has drastically changed in the last 15 years. Drastically ഐ changed. തിങ്ക് ഇന്ത്യ ആണെന്ന് തോന്നുന്നു ഏറ്റവും അധികം ചേഞ്ച് ആയിട്ടുള്ള ഒരു കൺട്രി. And considering ഇത്രയും population അതെ വെച്ച് അതൊരു ഇമ്പോർട്ടൻ്റ്. And it is only going to get better from here. There's no doubt about that. Like I have no second thoughts about that fact that India is going to be the future destination, right? People is going to be the future for everybody. Everything I see in India is all green and beautiful. Okay. I have exceptionally great hopes In India. of ഞാൻ India. പോയിട്ട് എല്ലാം മാറ്റട്ടെ, നീ പതുക്കെ വന്നാൽ മതി. But there are other I'm a big follower of current activities in India, like from all angles. From industrialization to economy to industry. Okay, അതിലേക്ക് വരുന്നു. When I look at all those things, I think India is poised for a great change. Okay. There are few possibilities that can happen and that can derail completely. We are definitely always under a terrorist threat, and that can completely derail the growth plan of India. But that again, possibility is there. 5%, 2%, I don't know. But other than that, 90% it's all rosy. So, but again, I'm okay. I'm ready at this stage to go back to India. I have no problem, right? But again, I'll never work in India. That's for sure. Like if I'll be an entrepreneur, I'll try to start something of my own, and it could be any field, right? Okay. ഞാൻ വർക്ക് ചെയ്യാം, don't worry. എന്റെ കൂടെ ഒന്നാമത് ഇപ്പൊ ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഇമിഗ്രേഷന്റെ വീഡിയോ ചെയ്യുമ്പോഴേ ലാസ്റ്റ് അവസാനം വരുന്ന ആൾക്കാർക്ക് എൻകറേജ്മെന്റ് ആണ് കൊടുക്കണം, മോട്ടിവേഷൻ ആണ് കൊടുക്കണം. കൺഫ്യൂഷൻ അതെ, അവരെയൊക്കെ പിടിച്ച് താതല്ല. ജസ്റ്റ് വി ആർ ടോക്കിംഗ് ദ റിയാലിറ്റി. ചിലർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ മേക്ക് എ ലോട്ട് ഓഫ് മണി, അതിലൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ എക്സ്പെൻസ് അതുപോലെ ഉണ്ട്, ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് നോക്കിയും കണ്ടും ചെലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വീടൊക്കെ വെച്ച് നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാം. ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലൊക്കെ അത്യാവശ്യം ഡീസന്റ് ആണെങ്കിൽ വിന്ററും കൂടി ഇഷ്ടമുള്ള ഡീസന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മുമ്പോട്ട്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം ദിവ്യ ഒരു ബിസി യൂട്യൂബറാണ്. ഇപ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അതൊരു സൈഡ്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ രാജ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? അറിയാമല്ലോ, ഒരു കാനഡയിലെ ലൈഫ് വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ്. ബിസി ആണെന്ന് ഞാൻ അങ്ങനെയല്ല, നമ്മളങ്ങനെ ബാലൻസ് ബിസി ഇതൊക്കെ ഈ വേർഡ്സ് ഒന്നും I don't even think that way. Okay. It's like ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓക്കെ ഇന്നിപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് മൂഡ്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് മീഡിയ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതായത് മീഡിയയുടെ മുന്നിൽ നിൽക്കാനും പുറകിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം, അതന്നെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവും. ദിസ് ഇസ് വണ്ടർഫുൾ അല്ലേ? നമുക്ക് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിടക്കണം. അപ്പോൾ അത് നമ്മൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നതോ അത്രയും വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് they are very smart, intelligent. അവര് they'll watch and then see like okay നിങ്ങൾ കൊള്ളോ ഇല്ലേ എന്നുള്ളത് റൈറ്റ്. നമുക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ഈ വീഡിയോ എത്രത്തോളം നല്ലതാണെന്നുള്ളത് അല്ലേ? അതൊരു സിമ്പിൾ ഒരു ഡാൻസ് വീഡിയോ ആണെങ്കിൽ പോലും ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഇത് അത്ര നന്നായില്ല. ബിക്കോസ് അതിന്റെ ഒരു റീച്ചും അതിന്റെ ഒരു കമന്റും ഒക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ എനിക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് പാത്ത് കൂടിയാണ്. എനിക്ക് വീഡിയോ എടുക്കാനോ ക്യാമറനെ പറ്റിയിട്ടോ എഡിറ്റിങ്ങിനെ പറ്റി ഒരു ബോധം ഇല്ലായിരുന്നു തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഉണ്ടെന്നല്ല, ബട്ട് യു ആർ ലേണിംഗ് എവറി ഡേ സംതിങ് ന്യൂ. അങ്ങനെ പോവാണ്. അല്ലാണ്ട് ഇതിലെനിക്ക് ബിസി ആവണം, എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ യൂട്യൂബിലൂടെ കാശ് നോക്കണ ഒരാളല്ല. ഞാൻ മന്ത്ലി എത്ര വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മന്ത്ലി നോക്കാറില്ല. ഇത് ആഴ്ചയിൽ ഒരെണ്ണെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻഗേജ്മെന്റ് കുറയും. നമ്മുടെ ഓഡിയൻസിന് എൻഗേജ്മെന്റ് കുറയുമ്പോൾ നമ്മൾ പിന്നെ ഇടുന്ന കണ്ടന്റിന് വ്യൂ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് 1 വീഡിയോ എങ്കിലും ഒരു വീക്കിൽ ഇടണം എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകണം. അത് ചിലപ്പോൾ പറ്റാറില്ല, ജോലിയും ലൈഫിന്റെ ഫ്ലോയിൽ അനുസരിച്ച് അങ്ങ് പോകും. അങ്ങനെ പോകും. പിന്നെ നല്ല ചില കണ്ടന്റ് ആലോചിക്കും ഇതെന്തായാലും 4 പേരിലേക്ക് എത്തിക്കണം. എങ്ങനെ തോന്നുന്ന കണ്ടന്റ് ഉണ്ടാകുമ്പോൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യും.
അത്രേ ഉള്ളൂ. അപ്പം അതെ, അങ്ങനെ ബിസി ആവണം, അതിനെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. കാര്യം എനിക്ക് ജസ്റ്റ് IT മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഐ വാണ്ടഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാരായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. ആൻഡ് യു നോ ലൈക്ക് ലേറ്റർ ഓൾസോ എന്തെങ്കിലും നമ്മളിപ്പോൾ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം അല്ലേ, നമ്മളൊരു 100K ഉള്ള ഒരു വ്യൂവർഷിപ്പിൽ ഒരു ഫാമിലീനെ ക്രിയേറ്റ് ചെയ്തേക്കോ. എനിക്ക് അറിയാത്ത എത്രയോ പേരുണ്ട് അതിൽ. അപ്പം നമ്മൾ നാളെ നമുക്കൊരു എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം, ഒരു നല്ലൊരു ഡാൻസ് കവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം, ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ അതിലിടുമ്പോൾ നമുക്ക് ആ ഫുൾ ഫാമിലിയാണ് നമ്മുടെ കൂടെ. യുനോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ആശംസകൾ. താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു യു. ഓക്കെ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, അതായത് ഈ ഒരു ഇമിഗ്രൻസിനൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് പറയാൻ പറ്റും? മെസ്സേജ് ഒരു അഡ്വൈസ്, അതായത് advice on this is a land of opportunities, so especially if you're coming over here, be ready, be prepared. The first 1 year or 2 years may be tough, but again, if you're ready to work hard, the opportunities are immense. Especially Indians are very skilled. Like നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് or university certificate മാത്രമല്ല, just in general in terms of ability to അതായത് എവിടെ പോയാലും സക്സസ്ഫുൾ ആവാനുള്ള ഒരു exactly that entrepreneurial mindset or survival mindset is there very good in Indians. So more like I have never seen any Indian actually struggling really over here. Yeah, like you said, maybe there may be few people who were already doing very well in India and they were expecting much more in Canada. They may be a little bit disappointed, but most of the people who come over here have only done well over here. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റണില്ല എന്ന് വിചാരിച്ചു, അവരും അത്ര ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ഐ മീൻ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഭയങ്കര സംഭവമൊക്കെ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ കാനഡയിൽ അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അതെ, ഞാനത് പറയും ആൾക്കാരോട്, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നത്. അതല്ല, ഐ മീൻ if you really want, try for it and come അല്ലേ. അതിന് നമ്മൾ ആരും ഒന്നും പറയില്ല. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആവുക തന്നെ ചെയ്യും. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള ഡിസപ്പോയിന്റ് ആവേണ്ട ആവശ്യമില്ല. അത് ശരിയാ, because at the end of the day it's all destiny, right? You are destined to live somewhere and all, right? But again, that does not even mean that you should not try. Definitely Canada is a place to live, and I think there are a lot of benefits of living in a developed country, right? India is still developing, so you'll always see that difference. So you are already going into a place which is already well set. Correct. Right? So there are definitely big advantages, and especially education for kids and all. I know Indian universities are also now getting up to international level, right? But at the present moment, it's a lot more easier over here to get into prestigious universities compared to India. Okay. With that note, we are wrapping up, guys. Thank you for watching. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ചാനലിൽ വന്ന് കുറേ ഇൻഫർമേഷൻ നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്തതാണ്. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.